വനമല്ലിക്കാവിൽ ഇലവങ്കം പൂക്കും വനമല്ലിക്കാവിൽ പൂരം കൊടിയേറുന്നാളേറും തൊടിമേളത്തോടു വാനം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലേതോ താരം വാൽക്കണ്ണാടി നോക്കി. പാട്ട് കേട്ടിട്ടില്ലേ? ഇതാട്ടെ ഇലവങ്കം പൂത്തത്. ഈ ഇലവങ്കം പൂക്കുന്നതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. പാട്ടൊന്നും നന്നായിട്ടില്ല, ഇതിങ്ങനെയൊന്നും അല്ല കേട്ടോ ട്യൂണ്. എങ്കിലും ഞാൻ ഇലവങ്കം പൂത്തത് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തന്ന കേട്ടോ. ഈ ഇലവങ്കം ഒത്തിരി ഔഷധ ഗുണമുള്ള ഒരു ചെടിയും കൂടിയാട്ടോ. ഔഷധ ചെടി ഒരു ഔഷധ സസ്യം കേട്ടോ. ഇതിൻ്റെ മൈഗ്രെയിൻ പോലെയുള്ള വേദനകൾക്ക് വലതുവശത്തില്ലേ തലയുടെ വേദന വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ കൂമ്പ് ഇടിച്ചു പിഴിഞ്ഞ് ഇടത് കാലിൻ്റെ പെരുവിരലിലും, ഇടതുവശത്ത് വേദന വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂമ്പ് ഇടിച്ചു പിഴിഞ്ഞ് വലത് കാലിൻ്റെ പെരുവിരലിലുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഇട്ട് കൊടുക്കുന്നതിന് സമയമൊക്കെ ഉണ്ട് കേട്ടോ. സൂര്യാസ്തമയത്തിനൊക്കെ മുമ്പേയും സൂര്യാസ്തമിച്ചതിന് ശേഷമൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് അത്ര നല്ല ഔഷധ ഗുണമുള്ളൊരു പച്ചമരുന്ന് കേട്ടോ ഈ ഇലവങ്കം. നമ്മളിതിന് പെരിങ്ങലം എന്ന പേരിലും അറിയപ്പെടും കേട്ടോ. പിന്നെ ഇതിന് വേറെയും പേരൊക്കെ ഉണ്ട്, അമ്മ പറയുന്നേക്കാം കേട്ടോ ഇതിൻ്റെ പേര്. അപ്പം ഞാൻ അമ്മ എന്നോട് പറഞ്ഞു തന്നതാണ് ഈ ഇലവങ്കം എന്ന് പറയുന്ന ആ പാട്ട്. ഈ പെരിങ്ങലത്തിനുള്ള പാട്ടാണ്, ഇതാണ് ഇലവങ്കം കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാട്ടോ. അതാണ് ഞാനതൊന്ന് പാടിയത്. അപ്പം ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മോന് ജോലിക്ക് പോകണം കേട്ടോ. അവന് നമ്മുടെ റീജിയണൽ ക്യാൻസർ സെൻറ്റർ MBRലാണ് ഡ്യൂട്ടിക്ക് പോണത്. അപ്പം അവിടെ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് എഴുന്നേറ്റു. അപ്പോൾ അവന് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും ടിഫിന് എന്തെങ്കിലും കൊടുത്തു വിടണമെന്ന് വിചാരിച്ച് ഞാൻ ചപ്പാത്തി കേട്ടോ കൊടുത്തു വിടുന്നത്. അപ്പോൾ ചപ്പാത്തിക്ക് ആവശ്യമായ ഗോതമ്പ് പൊടി, പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തു. പിന്നെ ഇതിനൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി ഇച്ചിരി ഹാർഡാട്ടോ ഈ പൊടിയെ, തരിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, കുറച്ച് മൈദമാവില്ലേ അതിൻ്റെ കൂടെ അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ ചപ്പാത്തി ഇടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ ഇങ്ങനെ ചുട്ട് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ ഇത് നല്ല തിളച്ച വെള്ളത്തിലാണ് ഇത് കുഴയ്ക്കുന്നത്. കുഴച്ചെടുത്തിട്ട് നല്ലോണം ഉരുളയാക്കി ഇങ്ങനെ നല്ല സോഫ്റ്റ്നെസ് ആക്കി കുഴയ്ക്കും കേട്ടോ. കുഴച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുമെന്നറിയാവോ, അതങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും കേട്ടോ. അപ്പോൾ സ്പൂണും കൊണ്ട് ഞാൻ നല്ലോണം ആദ്യം പൊടി സ്പൂണിട്ട് ഇളക്കി പിന്നെ ചൂടാറുമ്പോഴാട്ടോ ഇങ്ങനെ കൈയിട്ട് ഉരുട്ടുന്നത്. അങ്ങനെ ഉരുട്ടി വയ്ക്കും. പിന്നെ ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണയും കൂടി ചേർത്ത്, കുറച്ച് വെളിച്ചെണ്ണയോട് കൂട്ടുള്ളൂ, വളരെ കുറച്ച്. അപ്പോൾ അതിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടും കേട്ടോ. എന്നിട്ട് ഞാൻ അടച്ച് വെച്ചിട്ട് പിന്നെ മുറ്റം തൂക്കാൻ പോവേ. വരുമ്പോഴത്തേക്കും നല്ല പാകത്തിനിരിക്കും കേട്ടോ. അപ്പം കുഴച്ച് നല്ല ചപ്പാത്തി ഇട്ടാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് നമുക്ക് ആ ചപ്പാത്തി കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നറിയില്ല, ഞാൻ മാത്രമാണ് ചെയ്യുന്നത്, വേറെ ആരെങ്കിലും ചെയ്യലുണ്ടോയെന്നറിയില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാൻ രാവിലെ മുറ്റമൊക്കെ തൂത്തു. എനിക്കിന്ന് ഒരുപാട് പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഫുള്ളും പുറത്തുകൂടി പോക്കാട്ടോ എൻ്റെ പരിപാടി. ഞാൻ എൻ്റെ പുരികം ഒന്ന് ത്രെഡ് ചെയ്യണം. പിന്നെ എനിക്ക് ബാങ്കിൽ പോകണം. പിന്നെ എന്താ, റേഷൻ കടയിൽ പോകണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ കഞ്ഞിക്ക് അരിയൊക്കെ ഇട്ടു. അപ്പോൾ കണ്ടില്ലേ അതിൽ നമ്മുടെ കിളികൾ പറന്നു പോകണേ. ഞാൻ ഷൂട്ട് ചെയ്യാൻ നേരമില്ല നോക്കി നിൽക്കാൻ, അതുകൊണ്ടാട്ടോ ഞാനിന്ന് ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അതിലെ പറന്നു പോയപ്പോൾ ഞാൻ അങ്ങനെ എടുത്താട്ടോ. പിന്നെ ഇത് ഞാൻ ഇന്നലെ രാത്രിക്ക് എടുത്ത് വെച്ച വീഡിയോ കേട്ടോ. അത് ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തി. ഞാൻ ഇന്നലത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നല്ലോ, മിനിങ്ങാനത്തെ വീഡിയോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ക്ലീനിങ്ങിൻ്റെയൊക്കെ വീഡിയോ അത് കഴിഞ്ഞ് കൊണ്ടുവന്ന കേട്ടോ ഈ മീൻ. അന്നേരം എനിക്ക് അത് ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല കേട്ടോ. അതിൻ്റെ തന്നെ ഇനിയുണ്ട് കുറേ ഭാഗങ്ങൾ ഉൾപ്പെടുത്താൻ ക്ലീനിങ് ചെയ്തതിൻ്റെ. അതൊന്നും ഞാൻ പിന്നെ ഞാൻ അത് ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ആ മീൻ കഴുകിയ ഭാഗമാണ് ഞാനിതെടുക്കുന്നത്. ഇന്നലെ വൈകിട്ടാട്ടോ ഈ മീൻ കൊണ്ടുവന്നത്. അപ്പം അത് ഞാൻ നല്ലോണം വെട്ടിക്കഴുകി. അപ്പം നമ്മുടേത് ഇക്കുറി നോക്കുന്ന കണ്ടില്ലേ,
അവൾ നിന്ന് നുണയുന്ന കണ്ടില്ലേ, എനിക്ക് ഭയങ്കര സങ്കടമായി കേട്ടോ. അവളിങ്ങനെ മീൻ വെട്ടുമ്പോഴത്തേക്ക് അവിടെ നിന്നുകൊണ്ട് നമ്മളെ ഇങ്ങനെ നോക്കൂ കേട്ടോ. ഞാൻ ഈ പുറത്തേക്കുള്ള ഈ ഭാഗത്ത് വെച്ചാട്ടോ മീൻ വെട്ടുന്നത്. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മീൻ വെട്ടുമ്പോൾ ഈ ഇക്രു ഇത് തന്നെ പിന്നെയും കണ്ടില്ലേ രണ്ടാമതും കയറി നിന്ന് നോക്കുന്നത്, പാവം തോന്നുവേ. എന്നിട്ട് പിന്നെ ഞാൻ അത് വെട്ടിയെടുത്തുകൊണ്ട് വരുന്നപ്പോഴത്തേക്കും അമ്മ തക്കാളി പച്ചമുളക് ഒക്കെ നല്ലോണം വഴറ്റിയിട്ടോ. തക്കാളി ലേശം ഏറെ എടുത്തു കേട്ടോ, നല്ലൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. ഇതാട്ടോ കുടംപുളിയൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും, പക്ഷേ ഇതാട്ടോ കുടംപുളി. ഈ കുടംപുളിക്ക് നല്ല ഓറയുണ്ട് കേട്ടോ. അപ്പം ഇതിട്ടാണ് നമ്മൾ മീൻ കറി വയ്ക്കുന്നത്. പിന്നെ തക്കാളി ഇടും കേട്ടോ. ഇതൊക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. അപ്പോൾ ഈ വഴറ്റി വെച്ച സാധനങ്ങൾ നല്ലോണം ഒന്ന് വെന്ത് ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ മീൻ കറിയിലേക്ക് അത് ലയിച്ച് ചേരുവേ. അന്നേരം ഇത് കഷ്ണമോഷണമായിട്ടൊന്നും കിടക്കുകയൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ വേവിച്ച് വെച്ച് നല്ലോണം ലയിപ്പിക്കുന്നത് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് കറിക്ക് എത്ര കൊഴുപ്പ് തോന്നിക്കില്ലേ. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ആ മീൻ കറി ഒന്ന് വേഗം റെഡിയാക്കി എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഞാനത് വേകുന്നതിൻ്റെ ഇടയ്ക്ക് വേറെ ഓരോ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും അത് വേഗം കുറച്ച് സമയം വേണം. പിന്നെ നോക്കിയപ്പോൾ എല്ലാം നല്ല രീതിയിലായി വന്നിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ തക്കാളി, ഇത്രയേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ. പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ച് നീട്ടി നമുക്കിതൊരു കറിയിലേക്ക് ചേർക്കാം കേട്ടോ. എന്നും ഞാൻ ഈ അയലക്കറി ആട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അയലക്കറി വെച്ച് കൂട്ടി ചോറിനാനാട്ടോ എനിക്കിഷ്ടം. ഇവിടെ കുട്ടികൾക്ക് ഏറെക്കുറെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ മത്തിയായിരിക്കണം, അല്ലെങ്കിൽ ചൂതമീനായിരിക്കണം. അധികം കഷ്ണം മീനൊന്നും ഞാൻ മേടിക്കില്ല കേട്ടോ. എനിക്ക് ഒന്നാമത് വലിയ കഷ്ണം മീനുകളോടൊന്നും വലിയ താല്പര്യവും ഇല്ല കേട്ടോ. പിന്നെ ഈ കേദർമീൻ അതൊക്കെ ചിലപ്പോൾ കൊണ്ടുവരലുണ്ട് കഷ്ണമേ. അതിന് പിന്നെ വലിയ കുഴപ്പമില്ല. അല്ലാത്ത വലിയ മീനുകളൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. ഈ ചെറുമീനുകൾക്കാണ് ഗുണവും നമുക്ക് ആരോഗ്യത്തിനും നല്ലത്. അതുകൊണ്ടാട്ടോ ഞാൻ ഈ അയില, മത്തി പോലെയുള്ള മീൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ ഉള്ളതാണല്ലോ, അതുകൊണ്ടാട്ടോ ഞാനിത് മേടിക്കുന്നത്. അറ്റാക്കിനെ വരെ ചെറുക്കാൻ കഴിവുണ്ടെന്നാട്ടോ പറയുന്നത് ഈ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾക്ക്. അതുകൊണ്ട് ഞാനിത് പിന്നെ ലാസ്റ്റ് കറിയായി അതിന് കുറച്ച് ഉലുവാപ്പൊടിയും വിതറി കൊടുത്തു കേട്ടോ. ഇതും നമുക്ക് അയലക്കറിയിലേക്കും മീൻ കറിയിലേക്കും ഒക്കെ ഈ ഉലുവാപ്പൊടി വിതറുന്ന നമ്മുടെ ഗ്യാസിനെയൊക്കെ ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി കേട്ടോ. അപ്പം നല്ല സൂപ്പർ അയലക്കറിയായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ പറ്റിയില്ല. നല്ല കറി. കുറച്ച് ഉപ്പിൻ്റെ കുറവുള്ളായിരുന്നു. അപ്പം ഞാൻ അത് ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പം ഇത് ഓക്കെ ആട്ടോ ആ മീൻ കറിയുടെ വിശേഷങ്ങൾ. പിന്നെ ഈ ലവംഗം പൂക്കുന്ന ആ സമയത്ത് പോയാട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരം ഇവിടെ കുറച്ച് വിറക് കിടപ്പുണ്ട്. ഈ വിറക് എടുക്കാനും കാര്യത്തിനും ഒക്കെ കൂടി പോയപ്പോഴാണ് അമ്മ ഈ ലവംഗത്തിൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. അപ്പം ഞാനത് ഷൂട്ട് ചെയ്തു കേട്ടോ. പിന്നെ ഞങ്ങളവിടെ വെള്ളം എടുക്കാൻ പോയി. അങ്ങനെ ഓരോ കാര്യത്തിനുകൂടി ആ പറമ്പിൽ കൂടിയൊക്കെ കുറേ നടന്നു കേട്ടോ. പിന്നെ വാഴച്ചുണ്ട് അതും ഓടിച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് അമ്മയാണ് ഓടിക്കുന്നത്. ആ വാഴച്ചുണ്ട് ഓടിച്ചിട്ട് പിന്നെ അത് നമ്മൾ ഉപ്പേരി വയ്ക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ വാഴച്ചുണ്ടൊക്കെ നല്ല ഔഷധ ഗുണമുള്ള, അപ്പോൾ അമ്മയാട്ടോ ഔഷധ ഗുണമുള്ള വാഴച്ചുണ്ട് അമ്മയാട്ടോ പറിക്കുന്നത്. അപ്പോൾ അതൊരു തോട്ടിയെ വെച്ചൊക്കെ കെട്ടി അതൊക്കെ പറിച്ചു കേട്ടോ. തിരക്കായിരുന്നു കേട്ടോ. എനിക്ക് രാവിലെ പോകാനൊരുങ്ങേണ്ട തിരക്കിനാട്ടോ ഇതൊക്കെ ഓടിച്ചിട്ട് രാവിലെ തന്നെ ചെയ്തത്. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വേഗം കുളിച്ച് പോകാൻ റെഡിയായിട്ടോ. പിന്നെ എന്ത് പറയാനാ, കഷ്ടകാലമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ കുറേ എണ്ണ എടുത്ത് വെച്ചു കേട്ടോ. എണ്ണ എടുത്ത് വെച്ചതിന് ശേഷം ഞാൻ ഷാമ്പു ചെയ്തെങ്കിലും തിരക്കിൻ്റെ ഇടയ്ക്ക് ഷാമ്പു ചെയ്തൊന്നും ശരിയായില്ല. എണ്ണയാണേൽ തലേന്ന് പോയില്ല കേട്ടോ. നോക്കിയപ്പോഴത്തേക്കും മുടിയൊക്കെ കൂടി ആകെ ഒരു കുഴഞ്ഞ അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ എണ്ണ കളയാതെ സ്ട്രെയിറ്റ്നർ വെച്ച് വലിച്ചിട്ട് ഒരു കാര്യമില്ല താനും. പിന്നെ അതേപടി ആകുകയും ചെയ്യും. എങ്കിലും വേണ്ടില്ല, വേഗം തിരക്ക് പിടിച്ച് ആ സ്ട്രെയിറ്റ്നർ എടുത്ത് വലിച്ചു കേട്ടോ.
പിന്നെ പോയി തല കഴുകാനൊന്നും എനിക്ക് നേരമില്ലായിരുന്നു കേട്ടോ. എനിക്ക് എപ്പോഴും ഞാൻ തലയിലെ എണ്ണ ഞാൻ ഒഴിവാക്കുന്നയാളാണ്. പക്ഷെ ഞാൻ ഇന്നെന്താണോ എനിക്ക് കുറച്ച് എണ്ണ തലയിൽ വയ്ക്കാൻ വളരെ കാലമായിട്ട് ഞാൻ എണ്ണ വെച്ചിട്ട്, അന്നേരം അതുകൊണ്ട് ഞാൻ തോന്നി എണ്ണ വെച്ചതാട്ടോ. അതാണ് എനിക്ക് പോകാൻ നേരം വിനയാകുകയും ചെയ്തു കേട്ടോ. പിന്നെ സ്ട്രെയിറ്റ്നർ ഇട്ട് വലിച്ചും ഒക്കെ ഒരു വിധത്തിൽ മുടി ഉണങ്ങി കിട്ടിയെന്നല്ലാതെ മുടിയൊന്നും ശരി സ്ട്രെയിറ്റ് ഒന്നും ആയിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പോയി വന്നതും അയില മേടിച്ചുകൊണ്ട് കേട്ടോ. പിന്നെ അത് കുറച്ച് വറക്കാനും എടുത്തു, കുറച്ച് കറി വയ്ക്കും. വറക്കാനെന്ന് പറയുക പൊരിക്കാനും കേട്ടോ. അപ്പോൾ അത് പൊരിക്കാനും എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇതാട്ടോ പനഞ്ഞിലെന്ന് പറയുന്ന സാധനമില്ലേ, അതാട്ടോ അതിൻ്റെ ഉള്ളിൽ മുട്ടയാട്ടോ. അതിന് പനഞ്ഞിലെന്നൊക്കെ ചിലർ പറയും, പലരും പല പേരിലായിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പൊരിച്ചെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് കറി തേങ്ങാപ്പാലൊഴിച്ച് കറിയും വയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ചുണ്ടില്ലേ, നമ്മൾ രാവിലെ ഒടിച്ച ചുണ്ട്, അതൊന്ന് കൊത്തി അരിഞ്ഞു കേട്ടോ. ഈ ചുണ്ടും ഈ വാഴയുടെ എല്ലാം നമ്മളൊക്കെ കറി വെച്ച് കൂട്ടുന്നത് നല്ലതാട്ടോ. പണ്ടത്തെ കാലത്ത് ആൾക്കാർ പറയും, ഇത് വയറ്റി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നൂലൊക്കെ അത് നമ്മുടെ വയറിന് ശുദ്ധിയാക്കുന്നു കേട്ടോ. ഇതിൻ്റെ ഈ ഉള്ളിലുള്ള നാരും വേരും ഒക്കെ. അതിന് വേണ്ടിയിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിൽ നിരന്തരം ഉൾപ്പെടുത്തിയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അരിഞ്ഞ ഉടനെ നമ്മൾ പച്ച വെളിച്ചെണ്ണ തിരുമണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ കറ ഇളകുവേ. അപ്പോൾ എണ്ണ തിരുമ്മി വെച്ച് കഴിയുമ്പോഴത്തേക്കും അത് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ അരവിനുള്ള സാധനങ്ങൾ ഒതുക്കിയെടുക്കുക കേട്ടോ. കാന്താരിമുളകും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടിയും ആദ്യം ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്ത ശേഷം കേട്ടോ ഈ തേങ്ങയൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്യുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് കടുക് പൊട്ടിച്ച് ഇതിനകത്തേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ കറി കേട്ടോ. ഇതൊക്കെ നമ്മൾ പിന്നെ നമ്മളെപ്പോഴും ഈ പച്ചക്കറി മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതിലും നമ്മളിങ്ങനെ തൊടിയിലുള്ള കറികളൊക്കെ ജീവിതശൈലി ആക്കുന്ന കേട്ടോ നല്ലത്. മുരിങ്ങയില, വാഴക്കൂമ്പ്, വാഴപ്പിണ്ടി, ഇത് വൻപയറിട്ടും വെക്കും കേട്ടോ. വൻപയറിട്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അമ്മ വൻപയർ വെള്ളത്തിലിടാൻ മറന്നുപോയി എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മുടെ പറിക്കുന്ന പയറുണ്ടല്ലോ, അതും കുറച്ച് ഉണങ്ങിയിരിപ്പുണ്ടെന്ന്. ഇനിയിപ്പം അടുത്ത ദിവസം അമ്മ പറഞ്ഞ് നമുക്ക് 2 ഒടിച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊരെണ്ണം നമുക്ക് വൻപയറിട്ടും അല്ലെങ്കിൽ പയറിട്ടും ഒക്കെ വെക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാനിതൊന്ന് നേരെ കുറച്ച് ലേറ്റും ആയിരുന്നു കേട്ടോ. ഞാൻ ടൗണിലൊക്കെ പോയി വന്നിട്ട് പിന്നെ അതൊക്കെ ഒന്ന് വേഗം കറി വെച്ചു കേട്ടോ. ഈ തോരൻ കറി, ഈ ചുണ്ടുകറി ഇഷ്ടപ്പെട്ടോ എന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങളിതുണ്ടാക്കാനുണ്ടോയെന്നും കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഒന്നും ചെയ്യില്ല, ക്ലീനപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഞാൻ ചിലപ്പോൾ ഒന്ന് ത്രെഡൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാതെ ഞാൻ അധികം ബ്യൂട്ടി പാർലറിലൊന്നും പോകില്ല. ഞാൻ ബ്യൂട്ടീഷ്യനെ ഒന്നും കാണാൻ പോകില്ല കേട്ടോ. പറഞ്ഞ പോലെ ഞാനധികം ബ്യൂട്ടീഷ്യനൊന്നും പോകലൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് അങ്ങനെ കറിയൊക്കെ ആയി. പിന്നെ ഇക്രൂനും ബീറ്റുവിനുള്ള കറി അടുത്ത അടുപ്പിൽ കുറച്ചിരിപ്പുണ്ട് കേട്ടോ. പിന്നെ കൊണ്ടുവന്ന് അയിലക്കറി ഒന്ന് കറി വെച്ചു, ചപ്പാത്തി ഇട്ടു. ഇതൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരും വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു സോ മച്ച്.